ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. നല്ല മത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്വന്തം മത്തി, അതായത് തോട്ടപ്പള്ളി ഹാർബറിലെ മത്തിയാണ്. നല്ല ഉരുണ്ട മത്തി, ഈ വർഷത്തെ ആദ്യത്തെ ഉരുണ്ട മത്തിയായത്. ഈ വർഷം നമ്മൾ ഈ മത്തി കണ്ടിട്ടേ ഇല്ല. നല്ല നെയ്മത്തിയാണ് ഇത്. ഞാൻ തേങ്ങയും കുരുമുളകും കൂടെ ചേർത്ത് വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വെച്ചാൽ മുളക് പൊടിയൊക്കെ ചേർത്ത് അതിന് തേങ്ങ അതാണ് ഞാൻ ചിരുകി വെച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ മാത്രമാണ് ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത്. അത് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ വൃത്തിയായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ മൂത്ത് വരുമ്പോൾ ഒന്ന് അരച്ചെടുക്കുക. ഇതാ ഇവിടെ തേങ്ങ അരച്ച് നമ്മൾ കറി വയ്ക്കാനെടുത്ത് ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ചേർക്കാതാണ് അരച്ചെടുത്തത്. ഇനി അതിനകത്തോട്ട് നമുക്ക് ചേർക്കേണ്ട മീൻ കറിക്ക് നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ അറിയാമല്ലോ. ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളി, ഇത് കാന്താരിമുളക്. ഞാൻ കാന്താരിമുളക് ഇച്ചിരി എടുത്തിട്ടുണ്ട്, കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് ആവും. നല്ല രുചിയാണ് കാന്താരിമുളകും പച്ചമുളകൂടെ ചേർക്കുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് അതിന് എരിവുണ്ട്. കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് എടുത്തിട്ട് അതിനകത്തൊരു 3 തണ്ട് കരിവേപ്പിലയും കൂടെ. കറിവേപ്പ് നമുക്ക് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അതിനകത്തോട്ട് പ്രധാനമായിട്ട് വേണ്ടത് കുടംപുളിയാണ്. കുടംപുളി നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അരച്ചെടുത്ത പേസ്റ്റ് കണ്ടോ, നല്ല മെഴുവിഴാന്നിരിക്കുന്ന പേസ്റ്റ്. അതിനകത്തോട്ട് നമുക്ക് ആ ഉരുണ്ടിരിക്കുന്ന കേട്ടോ. പിന്നെ ഈ മത്തി ഞാൻ ഇങ്ങനെ തന്നെയാണ് കറി വയ്ക്കുന്നത് കേട്ടോ, കണ്ടിക്കുന്നില്ല. കണ്ടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഓരോ കഷ്ണമായിട്ട് നമുക്ക് കോരിയെടുക്കാം. അതൊന്ന് കൂട്ടി നോക്കണം, എന്താ ടേസ്റ്റ് എന്നറിയോ. പിന്നെ അത് അതിനകത്തോട്ട് മത്തി പെറുക്കിയിട്ടിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കണം. കാരണം അധികം ഈ വെള്ളം ഒഴിക്കാതാണ് ഞാൻ അരച്ചെടുത്തത്. തീയലിനൊക്കെ ആയാലും നമ്മൾ അരയ്ക്കുന്നത് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ തീയലിൻ്റെ അത്രയും ഇത് വരത്തില്ല, കാരണം തേങ്ങ കുറച്ചും മുളകും കുരുമുളകും കൂടുതൽ. അപ്പം മനസ്സിലായി, കുരുമുളക് കൂടുന്ന എത്രയും നല്ലതാണ്, മനുഷ്യ ശരീരത്തിന് ഒരു കേടും ഉണ്ടാകത്തില്ല. അത് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി പിടിക്കണം. ആ വയറിനകത്തൊക്കെ ആ അരപ്പൊന്ന് ഇളക്കി പിടിക്കണം. ഒത്തിരി വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചെടുക്കരുത്. പിന്നെ നമുക്കതിന് ശേഷം നമുക്കൊരു ചട്ടി വെക്കണം. അടുപ്പയിൽ ചട്ടി വെച്ചിട്ട് ആ ചട്ടിക്കകത്തോട് ഇച്ചിരി ഉലുവായും കുറച്ച് ഒരു 5-6 കടുക്. ഞാൻ കടുക് അങ്ങനെ മീൻകറിക്ക് ചേർക്കാറില്ല, എന്നാലും ഇതിന് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കാന്താരിമുളകും കൊച്ചുള്ളി എല്ലാം കൂടെ, കറിവേപ്പില എല്ലാം കൂടെ നമുക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വീട്ടിലറിയാമല്ലോ, മീൻകറിയൊക്കെ വയ്ക്കുമ്പോഴത്തേന് നമ്മൾ വഴറ്റിയല്ലേ കറി വയ്ക്കാറ്. എന്നാലും ഇത് സെപ്പറേറ്റ് വഴറ്റിയെടുത്ത് അതിനകത്ത് ഒഴിക്കുക. എന്താണെന്ന് മനസ്സിലാവുമല്ലോ. നമ്മൾ മുളക് കറി വെക്കുന്ന കൂട്ടല്ല. മുളക് കറി വെച്ചിട്ട് എത്ര നേരം തിളച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഈ തേങ്ങ വറുത്തിരിക്കുമ്പോൾ ആകുമ്പോൾ മത്തിക്ക് ഒരുപാട് വേവില്ല. അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആ കലക്കി വെച്ചിരിക്കുന്ന മീനും ചട്ടിയും കറിയും കൂടെ എടുത്ത് അടുപ്പയിലോട്ട് വെച്ചിട്ട് ഈ വഴറ്റിയ സാധനം കൂടി നമുക്ക് അതിനകത്ത് ഇടാം. ഇഞ്ചി പച്ചമുളകൊക്കെ വഴറ്റിയതല്ലേ, അത് കോരിയിട്ടിട്ട് നമുക്ക് ആ കോരി എടുക്കുന്ന തവി കൊണ്ട് തന്നെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം. കണ്ടോ, അത് കോരിയിട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഇളക്കി. ആ ഇളക്കുമ്പോൾ ആ കറിയുടെ തിക്ക് കണ്ടോ, അത്രയും വെള്ളം ആകാവുള്ളൂ. അതിന് പറ്റി. ഇനി അതിനകത്ത് വെള്ളമൊന്നും ഇരിക്കരുത്. കറി തിളച്ച് വന്നിട്ടുണ്ട്, നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. അതിങ്ങനെ കോരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കാരണം അത്രയ്ക്ക് നല്ല മണമുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. കറിവേപ്പിലയുടെയൊക്കെ ആ മണവും ഉണ്ടോ. മത്തി കണ്ടോ ഇപ്പം തന്നെ മത്തി അത് വെന്തിട്ടുണ്ട്. ഞാൻ അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ കണ്ടോ, നല്ല കുറുകിയിട്ടുണ്ട്. എന്നാലും ഇച്ചിരി കൂടെ കുറുകണം. നല്ല മണം വരുന്നുണ്ട്. മണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വീടുകളിൽ ഇത് ചെയ്ത് നോക്കണം. ഒരുപാട് തേങ്ങ ചേർത്ത് അരയ്ക്കല്ല, കുറച്ച് തേങ്ങ ചേർത്തിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത്, മുളക് പൊടി ലാസ്റ്റേ ചേർക്കാവുള്ളൂ കേട്ടോ. ചിലപ്പോൾ വറക്കുന്ന കൂട്ടത്തിൽ കരിഞ്ഞു പോകും, അപ്പോൾ വേറൊരു ചുവ വരും. എല്ലാം പൊടികളൊക്കെ ലാസ്റ്റ് കുരുമുളക് ഇട്ട് വറക്കുക. കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അത് ഞാൻ സൈഡൊക്കെ ഒന്ന് തേച്ച്, ഉപ്പും പുളിയൊക്കെ ഉണ്ട്, ഞാനതൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പുളിയെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ കറിക്കകത്തിട്ട് ആ 1 കഷ്ണം പുളിയോ 2 കഷ്ണം പുളിയോ അങ്ങ് മാറ്റിയിട്ട് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടാൽ മതി. അപ്പോൾ കറി നല്ല വൃത്തിയായിട്ടിരിക്കും. നല്ല സൂപ്പർ കറി കണ്ടോ. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ആ മത്തിക്കറി എന്ത് അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് കറി വെന്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ട്, അതെനിക്ക് 100% അറിയാം. എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരിക. കണ്ടോ, അടിപൊളി മത്തിക്കറി. ഇത് ഇച്ചിരി കപ്പ കുഴച്ചതോ അല്ലെങ്കിൽ നല്ല ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. കേട്ടല്ലോ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.